അസ്സാം വലൈക്കും ഓൾ. കാൽപ്പ് ഹൗസിൻ്റെ ഒരു വെറൈറ്റി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമുക്ക് ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് എൻ്റെ ഉമ്മ വന്നിട്ടുണ്ട്. ഇക്കാടെ ഉമ്മയുടെ റെസിപ്പിയാണ്. ഇതിൽ എനിക്കൊരു കയ്യും ഇല്ല. ഉമ്മ ഒരു അച്ചാർ സ്പെഷ്യലിസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഉമ്മയുടെ ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മാങ്ങ അച്ചാർ. എല്ലാവർക്കും മാങ്ങ അച്ചാർ ഇഷ്ടമല്ലേ? ഓക്കെ, നമുക്ക് ആദ്യം റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം തന്നെ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വിരവി വയ്ക്കാം. അത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഡേ നമുക്ക് വേണം. ഒരു ഡേ അങ്ങ് മാറ്റി വെച്ചതിന് ശേഷം നല്ല ഉപ്പൊക്കെ പിടിച്ച് റെസ്റ്റായ മാങ്ങ, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വറ്റൽമുളക്, വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, കരിവേപ്പില, ഉലുവ, പിന്നെ നമ്മുടെ കായം. ഇത്രയാണ് ആവശ്യം. പിന്നെ താളിപ്പിന് കടുക്, കരിവേപ്പില, നല്ലെണ്ണ ഇതുകൂടെ ആവശ്യമുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ആദ്യം തന്നെ നമ്മുടെ ഉലുവ ഒന്ന് ചൂടാക്കി എടുക്കണം. ഉലുവ ഒന്ന് ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്കതിനെ നമ്മുടെ ജാറിലോട്ട്, ഒരു വലിയ ജാറിലോട്ട് മാറ്റി അതിൻ്റെ കൂടെ തന്നെ വറ്റൽമുളകും കൂടെ 250 ഗ്രാം വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് പൗഡറായിട്ട് പൊടിഞ്ഞു പോകണ്ട, തരിതരായിട്ട് ചില്ലി ഫ്ലെക്സ് ഒക്കെ എടുക്കില്ലേ, ആ ഒരു രീതിയിലാണ് പൊടിച്ചെടുക്കേണ്ടത്. അതൊരു ബൗളിലോട്ട് മാറ്റുക. ഇതോടുകൂടി നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ചപ്പോഴേ ആൾ കേൾക്കുന്നത് നല്ലെണ്ണ വേണമെന്ന്. ഇൻഗ്രീഡിയൻസിൽ വെക്കാൻ മറന്നുപോയി. ആ ടൈം കൊണ്ട് എൻ്റെ പാത്രവും കരിഞ്ഞു. അടിപൊളി, സൂപ്പർ. അതിനുശേഷം നമുക്കിനി താളിപ്പിനുള്ള കാര്യങ്ങളാണ്. കടുക്, കരിവേപ്പില ഇത് ഇൻഗ്രീഡിയൻസിലില്ല. നമുക്ക് താളിക്കാൻ വേണ്ടി കടുക്, കരിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് താളിക്കാം. നല്ല ഫ്രഷായിട്ടുള്ള കരിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് താളിച്ചതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇതിലോട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ വെളുത്തുള്ളി, നീളത്തിന് കട്ട് ചെയ്ത വെളുത്തുള്ളി ഒരു ബൗളാണ് ചേർക്കുന്നത്. വെളുത്തുള്ളി ചേർത്ത് ഒരു 2 മിനിറ്റ് അതൊന്ന് മൂത്ത് വരണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഇഞ്ചി തട്ടി കൊടുക്കാം. ഇഞ്ചി കൂടെ ചേർത്ത് അതേപോലെ നന്നായിട്ട് വഴണ്ട് നല്ല മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെയും പച്ചമുളകൊക്കെ മാറി ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമ്മുടെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം എണ്ണയിൽ ഇങ്ങനെ മൂക്കുമ്പോൾ നല്ല മണമായിരിക്കും. ശരിക്കും നല്ല മണമായിരുന്നു. അതിനുശേഷം നമ്മുടെ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകും ഉലുവയും കൂടെ ചേർത്ത് പൊടിച്ച നമ്മുടെ മിക്സിന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം പിന്നെ നമ്മളെ വീട് ഫുള്ള് നല്ല എരിവായിരിക്കും. മൂക്കെല്ലാം നല്ല എരിഞ്ഞു പൊട്ടി നമ്മൾ തുമ്മി ഇരിക്കുക. അങ്ങനെയായിരിക്കും. അതിന് ശേഷം നമ്മുടെ കായപ്പൊടിയാണ് നമ്മുടെ അച്ചാറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അതിന് നല്ല ഒരു മണവും ആ ഒരു ഫ്ലേവറും നൽകുന്നത് നമ്മുടെ ഈ കായപ്പൊടിയാണ്. കായവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഉപ്പിലിട്ട മാങ്ങ ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല അടിപൊളിയായിട്ട് ആ ഒരു മസാലയിൽ ഈ മാങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മാങ്ങ ഉടയാതെ നോക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യാം. കാണുമ്പോൾ ഇപ്പം തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ട്. നല്ല രസമായിട്ടുണ്ട്, നല്ല കളർഫുള്ളായിട്ടുണ്ട്. പക്ഷെ കാര്യമില്ല, കാരണം മസാലയിൽ മാങ്ങ നന്നായിട്ട് പിടിക്കേണ്ടതുണ്ട്. ഇനിയും നമ്മളൊരു 4-5 മണിക്കൂർ ഇനിയും വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് നമുക്കിതിനൊന്ന് മാറ്റി വയ്ക്കാം. അടിപൊളിയായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഒരു 4-5 മണിക്കൂർ മാറ്റി വയ്ക്കാം. അപ്പോഴേ നന്നായിട്ട് ആ ഒരു മസാല പിടിച്ചിട്ടുണ്ടാവും. അപ്പോഴേക്കും എൻ്റെ കൊച്ചു സ്കൂളിൽ നിന്ന് എത്തി. ഇച്ചുവിനെയാണ് ഇന്ന് ടെസ്റ്റിനായിട്ട് യൂസ് ചെയ്ത് വയ്ക്കുന്നത്. ഇച്ചു ആദ്യം തന്നെ കഴിച്ചിട്ട് ഓക്കെ സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുവരയ്ക്കും ബൈ ഫ്രം കൽഭ.